ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ എന്ന പ്രദേശത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി എന്നൊരു വാർത്ത രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 കൊമ്പനാനകളാണ് ഇപ്പോൾ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കാന്തല്ലൂർ എന്ന മനോഹരമായ പ്രദേശത്തെ ജനങ്ങളുടെ സമാധാനം കെടുത്തിയോ 2 കാട്ടാന? എസ്കെൻ, അങ്ങനെയാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കാന്തല്ലൂർ മനോഹരമായ സ്ഥലമാണ്. ഈ കാട്ടാനകൾ കൂടി എത്തുമ്പോൾ ആ സ്ഥലത്തിന്റെ കൂടുതൽ ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് ഈ കാട്ടാനകൾ ഇറങ്ങുന്ന അത്ര ഭംഗിയുള്ള കാഴ്ചയല്ല എന്നുള്ളതാണ് നമ്മളോട് അവർ വിവരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പെരുമല ഭാഗത്താണ് 2 കൊമ്പനാനകൾ വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നത്, ഭീതി പരത്തുന്നത്. ആ പ്രദേശത്ത് വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വഴിയോര കടകൾ ഈ കാട്ടാനകൾ തകർത്തിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഈ മേഖലയിൽ കാട്ടാനകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പല കൂട്ടങ്ങളായി തിരിഞ്ഞ് പെരുമല, കാന്തല്ലൂർ ഭാഗങ്ങളിൽ കാട്ടാനകൾ നിരന്തരമായി എത്തുകയാണ്. വനംവകുപ്പ് പല തവണ ശ്രമിച്ചിട്ടും ഇതിനെ ചിന്നാർ വനമേഖലയിലേക്ക് തുരത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഈ മാസം 1-ാം തീയതി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ പോലും ഈ കാട്ടാനകൾ പൂർണ്ണമായും ആ വനമേഖലയിലേക്ക് കയറിപ്പോകാൻ കൂട്ടാക്കിയിട്ടില്ല. 2 കാട്ടാനകൾ ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവയെ ഉടൻ തുരത്തുമെന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഇത് മാസങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു വരുന്നൊരു പ്രക്രിയയാണ്. ആനകളെ പെട്ടെന്നൊന്ന് തുരത്തും, അത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരും, ഇത്തരത്തിൽ ഭീതി പരത്തും. അത്തരം ആശങ്ക പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതിന് വനം വകുപ്പാണ് നടപടിയെടുക്കേണ്ടത്. അവർ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്, പക്ഷേ ആനകൾ കൃത്യമായി കാട്ടിലേക്ക് കയറി പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആളുകളുടെ ആശങ്ക അത് അടിയന്തരമായി പരിഹരിക്കുക തന്നെ വേണം. നിലവിൽ ആ കാട്ടാനകൾ 2 കൊമ്പനാനകൾ അത് ഈ പെരുമലയിലെ ജനവാസ മേഖലയിൽ തുടരുകയാണ്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.